ഓക്കെ, നമുക്കിനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് നോക്കാം. ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ് അല്ലെ. അതായത് മൈനർ ചൈൽഡ് എന്ന് പറയുമ്പോ എന്താ, അതായത് സാധാരണയായി 18 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ലഭിക്കുന്ന വരുമാനം അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാം, എന്തായാലും നമുക്കറിയാം ഒരു ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലാന്ന് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻകം എന്താണ് ചെയ്യാം, അവരുടെ ഇൻകം, അതായത് മൈനർ ചൈൽഡിന് കിട്ടുന്ന ഇൻകം ആ കുട്ടിയുടെ പാരന്റിന്റെ അല്ലെങ്കിൽ അതായത് പാരന്റ്സിൽ ഏതെങ്കിലും ഒരാളുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും. അപ്പൊ ഇവിടെ ഡൗട്ട് വരും, ആരുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും? ഫാദറിന്റെ ഇൻകത്തിന്റെ കൂടെയാണോ, മദറിന്റെ ഇൻകത്തിന്റെ കൂടെയാണോ അല്ലെ. അതായത് ഈ രണ്ടു പേരിലും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇൻകം കിട്ടുന്നത് ആർക്കാണോ അവരുടെ ഇൻകത്തിന്റെ കൂടെയാണ് മൈനർ ചൈൽഡിന് കിട്ടുന്ന ഇൻകം ക്ലബ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ ഇതില് 2 എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു കുട്ടി സ്വന്തം കഴിവ് കൊണ്ട് ജോലി ചെയ്ത് നേടിയിട്ടുള്ള ഇൻകം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ ജോലി ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ചു, അല്ലെങ്കിൽ ഫിലിമിലൊക്കെ അഭിനയിച്ചു, ആ കുട്ടിക്ക് ഇൻകം കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാരന്റ്സിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ ടാലന്റ്, സ്കില്ല് ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയ വരുമാനം, ഒരു കുട്ടി പാട്ടുപാടി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിച്ചു. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ജോലി ചെയ്ത് ഒരു കുട്ടി സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് നേടിയിട്ടുള്ള വരുമാനമാണെന്നുണ്ടെങ്കിൽ അത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെ ഒരു കുട്ടിയുടെ സ്കില്ല്, ടാലന്റ് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഇൻകം ആണെങ്കിൽ അല്ലെ, പാട്ടുപാടി ഇൻകം കിട്ടുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്തിട്ട് ഇൻകം കിട്ടുന്നു അല്ലെ, അങ്ങനെ, അല്ലെങ്കിൽ യൂട്യൂബ് വഴി എന്തെങ്കിലും കഴിവ് കൊണ്ട് ലഭിച്ചിട്ടുള്ള വരുമാനം, ഇതൊന്നും ക്ലബ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തൊരു കേസ്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് പാരന്റ്സിലെ ഏറ്റവും കൂടുതൽ, ഇപ്പൊ ഒരു കുട്ടിയുടെ ഫാദറിന് ഒരു 10 ലക്ഷം രൂപ ഇയർലി ഇൻകം കിട്ടുന്നുണ്ട്, മദറിന് ഒരു 5 lakh ഇയർലി ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് ഇൻകം വാങ്ങുന്നത് ആരാണ്? ഫാദർ ആണ്. അപ്പൊ ഈ ഫാദറിന്റെ ഇൻകത്തിന്റെ കൂടെയാണ് ഈ മൈനർ ചൈൽഡിന് കിട്ടുന്ന ഇൻകം ക്ലബ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോ ചില കേസുകളിൽ ഫാദറും മദറും സെപ്പറേറ്റഡ് ആണെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൈനർ ചൈൽഡിനെ ആരാണോ കെയർ ചെയ്ത് നോക്കുന്നത് ആ പാരന്റിന്റെ ഇൻകത്തിന്റെ കൂടെയാണ് ഈ ഇൻകം ചേർക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിപ്പോ അതായത് ഒരിക്കലും നമ്മള് ഫാദറിന്റെ ഇൻകത്തിന്റെ കൂടെ ചേർത്തു, പിന്നീട് അടുത്ത വർഷം നമ്മൾ മദറിന്റെ ഇൻകത്തിന്റെ കൂടെ ചേർക്കുക, അങ്ങനെ പാടില്ല. ഒരു വർഷം, അതായത് നമ്മൾ ആരുടെ ഇൻകത്തിന്റെ കൂടെയാണോ ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യുന്നത് എങ്കിൽ അതേ ആളുടെ ഇൻകത്തിന്റെ കൂടെ ആയിരിക്കണം പിന്നീടുള്ള വർഷങ്ങളിലും ക്ലബ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഓഫീസറിന്റെ അനുമതി വാങ്ങിയെങ്കിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലബ് ചെയ്തു, പക്ഷെ അതിൽ കുറച്ച് ഒരു ടാക്സ് എക്സംഷൻ കിട്ടും ഒരു കുട്ടിക്ക്. അപ്പൊ ആ എക്സംഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കുട്ടിക്ക്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു കുട്ടിക്ക് 1500 കുറവുള്ള 1500, അതിൽ എന്താണ്, അല്ലെങ്കിൽ 1500 ഇത് ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ കുട്ടിക്ക് കിട്ടിയ മൈനർ ചൈൽഡിന് കിട്ടിയ ഇൻകം, ഓക്കെ, മൈനർ ചൈൽഡിന് കിട്ടിയ ഇൻകം ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് ഇൻകം കിട്ടുന്നത് എത്രയാണ്, ഒരു 1000 രൂപയാണ് അല്ലെ. അപ്പൊ 1500 കുട്ടിക്ക് കിട്ടിയ ഇൻകം, ഈ 2 എമൗണ്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ഏതാണ്, ഇപ്പോ 1000 ആണ് അല്ലെ, കുട്ടിക്ക് കിട്ടിയ ഇൻകം ആണ്. ഇത് എന്ത് ചെയ്യാൻ പറ്റും, പാരന്റിന്റെ ഇൻകത്തിൽ നിന്ന് ഇളവ് ലഭിക്കും. ഇനിയിപ്പോ വേറൊരു കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് കിട്ടിയ ഇൻകം 10,000 ആണെന്നുണ്ടെങ്കിലോ, അപ്പൊ 1,500 10,000 രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പൊ ചെറുത് ഏതാണ്, 1500 ആണ്. ഈ 1500 രൂപ നമുക്ക് എക്സംഷൻ കിട്ടും അല്ലെ, ഇളവ് കിട്ടും, നികുതി ഇളവ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മൈനർ ചൈൽഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്ത പോയിന്റ് നോക്കി നോക്കാം, ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടി അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഒരു വ്യക്തി അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി,
അതായത് അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി ഇപ്പൊ നമ്മുടെ HUF എന്ന് പറഞ്ഞാൽ എന്താ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ HUF സ്വന്തം പ്രോപ്പർട്ടി HUF മാറ്റി. ഓക്കെ, അപ്പൊ അവിടെ മാറ്റിയത് എങ്ങനെയാണ്? വിത്തൗട്ട് അഡീക്വേറ്റ് കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ ഇല്ലാതെ പൈസയൊന്നും വാങ്ങാതെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ എന്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്യാണ് HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലേക്ക് എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്തു, അതിന് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ മാറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആരുടെ വരുമാനമല്ല? HUF വരുമാനമല്ല. സ്വത്ത് നൽകിയത് ആരാണോ അയാളുടെ ഇൻകം ആയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുക. അപ്പൊ അയാളാണ് അതിന് ടാക്സ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് അയാളുടെ വീട് HUF നൽകി. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ 2 ലക്ഷം രൂപക്ക് ഇൻകം കിട്ടുന്നുണ്ട്, വാടക കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഈ 2 ലക്ഷം രൂപ HUF ഇൻകം ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്. ആരുടെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? ആരാണോ ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ഇൻകം ആയിട്ടാണ് എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ HUF എന്ത് ചെയ്തു? പാർട്ടീഷൻ നടത്തി. ഓക്കെ, അതായത് HUF പാർട്ടീഷൻ നടത്തി. അതായത് നമ്മള് അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ അങ്ങനെ പാർട്ടീഷൻ നടത്തുമ്പോ അവിടെയുള്ള സ്വത്തുക്കൾ എന്ത് ചെയ്യും? ഇപ്പൊ ഭർത്താവിന്റെ പേരിൽ കിട്ടിയ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യക്ക് കിട്ടിയാലും ഭാര്യക്ക് കിട്ടിയാലും ആ സ്വത്തിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ആ സ്വത്ത് ട്രാൻസ്ഫർ ചെയ്തത് ആരാണോ അയാളുടെ വരുമാനമായിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. അക്രിയേഷൻ ടു അസെറ്റ് അല്ലെ, ഇൻകം ഫ്രം അക്രിയേഷൻ ടു അസെറ്റ്. അതെന്താ സംഭവം? ഇവിടെ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സ്വത്ത് അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ സൗജന്യമായി ഫ്രീ ആയിട്ട് മറ്റൊരാൾക്ക് കൊടുത്തു. എന്നിട്ട് ആ അസറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആരുടെ പേരിലായിരിക്കും? ആ സ്വത്ത് നൽകിയെങ്കിൽ ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ആരാണോ അയാളുടെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലെ. അതായത് പക്ഷെ അവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ വരുമാനം വീണ്ടും നിക്ഷേപിച്ച് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അക്രിയേഷൻ. ആ പുതിയ വരുമാനം സ്വത്ത് വാങ്ങിയ ട്രാൻസ്ഫററി ആളിന്റെ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ A എന്ന് പറഞ്ഞ വ്യക്തി, ഇവിടെ A എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ ഭാര്യക്ക് ഒരു 10 lakh rupees നൽകി. വൈഫ് എന്ത് ചെയ്തു? വൈഫിന് കൊടുത്തു കേട്ടോ, വൈഫിന് കൊടുത്തു. ഓക്കെ, വൈഫ് എന്ത് ചെയ്തു? അത് FD ഇട്ടു, അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു. അതിൽ നിന്ന് എത്ര രൂപ കിട്ടി? ഇപ്പൊ ഒരു 80,000, ഒരു 80,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ഇത് ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഈ 80,000 രൂപ ആരുടെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക? അതായത് ഹസ്ബൻഡ് A എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇൻകത്തിന്റെ കൂടെ കൂട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഈ 80,000 രൂപ എന്ത് ചെയ്തു? വീണ്ടും വൈഫ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ചു അല്ലെ. ഈ 80,000 രൂപ വീണ്ടും ബാങ്കിൽ ഇട്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അതിൽ നിന്ന് ഈ വൈഫിന് ഒരു 6,000 രൂപ ഇൻകം കിട്ടി. ഓക്കെ, ഈ 6,000 രൂപ എന്താ? ഇത് ആരുടെ പേരിലായിരിക്കും? ഇത് വൈഫിന്റെ സ്വന്തം ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ക്ലബ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇൻകം ഫ്രം ദി അക്രിയേഷൻ ടു അസെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇൻകത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ഫറിന്റെ പേരിലല്ല ക്ലബ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ട്രാൻസ്ഫറിയുടെ പേരിൽ തന്നെയാണ് ക്ലബ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത്രയും പോയിന്റുകളാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 പോയിന്റുകളാണിത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. ക്ലബിംഗ് ഓഫ് നെഗറ്റീവ് ഇൻകംസ് അഥവാ ലോസസ്. ഇപ്പൊ നമ്മൾ എന്താ, അതായത് നെഗറ്റീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ചില ഇൻകംസ് ക്ലബ് ചെയ്യുന്നത് പോലെ ലോസുകളും ക്ലബ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാള് A എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ വൈഫിന് ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 10 ലക്ഷം രൂപ വൈഫ് എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ A എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ അത് ക്ലബ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ A എന്ന് പറഞ്ഞ ഹസ്ബൻഡ് 10 ലക്ഷം രൂപ അയാളുടെ വൈഫിന് കൊടുത്തു. പക്ഷെ ഈ വൈഫ് എന്ത് ചെയ്തു? ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ലാഭത്തിന്
പകരം ലോസ് ആണ് കിട്ടിയത്, ഇപ്പൊ ഒരു 20,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ലോസ് ആണ് കിട്ടിയത് എങ്കിൽ ഇതെന്താ ചെയ്യാം? ലോസും നമുക്ക് എന്ത് ചെയ്യാം? ക്ലബ് ചെയ്യാം അല്ലെ? ലോസ് ക്ലബ് ചെയ്യാന്ന് പറയുമ്പോ എന്താണ്? നമുക്കത് കുറക്കാൻ പറ്റും അല്ലെ? വരുമാനത്തിൽ നിന്ന് നമുക്ക് ഇൻകത്തിൽ നിന്ന് ആ നഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെ അതാണ് എന്ത്? ക്ലബിംഗ് ഓഫ് നെഗറ്റീവ് ഇൻകംസ് അഥവാ ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം നോക്കി നോക്കാം. ബിനാമി ട്രാൻസാക്ഷൻസ്. ഒന്നാമതാണ് ബിനാമി ട്രാൻസാക്ഷൻസ്. ഇവിടെ എന്താണ്? ഇപ്പൊ ഒരു അസറ്റ് അതായത് യഥാർത്ഥത്തിലുള്ള ഓണറിന്റെ പേരിലല്ല വേറൊരാളുടെ പേരിൽ വാങ്ങുക, അതിനെയാണ് നമ്മൾ ബിനാമി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ആരുടെ പേരിലാണോ ഈ അസറ്റ് വാങ്ങിയത് അല്ലെ, അയാളെ നമുക്ക് ബിനാമി എന്ന് വിളിക്കാം അല്ലെ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ വേറൊരാളുടെ പേരിൽ അസറ്റ് വാങ്ങുന്നത്, ബിനാമി ആയിട്ട് വേറൊരാളെ കൺസിഡർ ചെയ്യുന്നത്? അതായത് ഇത് ചെയ്യുന്നത് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ ഇത് ബിനാമി ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകം യഥാർത്ഥ ഉടമസ്ഥൻ ആരാണോ അയാളുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, ദെൻ അയാൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് ഒരു ഹൗസ് വാങ്ങിയത് ആരുടെ പേരിലാണ്? അയാളുടെ ഭാര്യയുടെ പേരിലാണ്. അപ്പൊ ഇയാളുടെ ബിനാമി ആയിട്ടുള്ളത് ഇയാളുടെ ഭാര്യയാണ് അല്ലെ. ശരിക്കും അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ആരാണോ വാങ്ങിയത്, പേ എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ എ ആണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ അല്ലെ. ഇനിയിപ്പോ ആ പ്രോപ്പർട്ടിക്ക് വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആരുടെ വരുമാനമായിരിക്കും? എയുടെ വരുമാനമായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ക്രോസ് ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ അല്ലെ. ഇവിടെ എന്താ സംഭവം? ഇപ്പൊ 2 പേര് തമ്മിൽ ഇപ്പൊ ഒരു എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ ബ്രദറിന്റെ വൈഫിന് 1 ലക്ഷം രൂപ കൊടുത്തു അല്ലെ. എക്സ് അയാളുടെ ബ്രദറിന്റെ വൈഫിന് 1 ലക്ഷം രൂപ കൊടുത്തു. ഓക്കെ, എക്സ് അയാളുടെ ബ്രദർ ആയിട്ടുള്ള വൈന്റെ വൈഫിന് 1 lakh കൊടുത്തു. പകരം വൈ എന്ത് ചെയ്തു? എക്സിന്റെ വൈഫിന് ഒരു എന്താ പറയാ അതിന് ഈക്വൽ ആയിട്ടുള്ള ഷെയറുകൾ കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കും? ക്രോസ് ട്രാൻസ്ഫർ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രോസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അസറ്റിൽ നിന്നുള്ള വരുമാനം യഥാർത്ഥത്തില് ആരാണോ ഈ ഒരു ഗിഫ്റ്റ് നൽകിയത് ആ വ്യക്തികളുടെ ഇൻകത്തിൽ ക്ലബ് ചെയ്യും. അതാണ് ക്രോസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ എക്സ് വൈന്റെ വൈഫിനാണ് 1 lakh കൊടുത്തിട്ടുള്ളത് എങ്കിലും അതിന് ഈക്വൽ ആയിട്ട് ഷെയർ ആര് കൊടുത്തു? വൈ എക്സിന്റെ വൈഫിന് കൊടുത്തു. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥർ ആരാണ്? എക്സും വൈയും ആണ് അല്ലെ. അപ്പൊ അവരുടെ ഇൻകത്തിലായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ക്ലബ് ചെയ്യാം. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് നോക്കി നോക്കാം. റിക്കവറി ഓഫ് ടാക്സ്. എന്താണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരാളുടെ ഇൻകം നമ്മൾ മറ്റൊരാളുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്തു. അപ്പൊ നമുക്ക് ക്ലബ് ചെയ്തു, നമ്മൾ അതിന് ടാക്സും വന്നു അല്ലെ. അപ്പൊ അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരുടെ കയ്യിൽ നിന്നാണ് ഈ ടാക്സ് വാങ്ങുക? അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? ഇതുപോലെ ക്ലബ് ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെ ക്ലബ് ചെയ്തു, ഇൻകം ക്ലബ് ചെയ്തു, ടോട്ടൽ ഇൻകം കണ്ടെത്തി, അതിൽ നിന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഈ ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുക? ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും അല്ലെ, അല്ലെങ്കിൽ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് അയാളുടെ കയ്യിൽ നിന്നോ ഈടാക്കാം അല്ലെ. ഇപ്പൊ ഇവിടെ അതായത് ഇപ്പൊ വേറൊരു നമ്മള് ഇനിയിപ്പോ എന്നാല് ഒരാള് അടയ്ക്കേണ്ടത്, അതായത് ഒരാൾ അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എത്രയാണോ അതിനുള്ള ടാക്സ് മാത്രമാണ് ആരടക്കേണ്ടത്? ഒരു വ്യക്തി അടക്കേണ്ടത് അല്ലെ. അപ്പൊ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടാക്സ് എന്ന് പറയുന്നത് അസസിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇവിടെ നോക്കി നോക്കൂ. മിസ്റ്റർ പി അല്ലെ, പാവൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. അയാളുടെ പവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ അസറ്റ് സുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഫ്രീ ആയിട്ട്, വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രീ ആയിട്ട് നൽകി.
ഓക്കെ, അപ്പൊ അങ്ങനെ ആ അസറ്റിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടി? ഒരു 1 lakh rupees വരുമാനം കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ പി സുമൻ അല്ലെ, എന്താണ് സുമനെ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അല്ലെ. അപ്പൊ ഇവിടെ 2 കണ്ടീഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എത്ര രൂപ വരുമാനം കിട്ടിയത്? ഈ 1 lakh. ഈ 1 lakhന് ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? പവനാണോ അതോ സുമനാണോ? അപ്പൊ ഇവിടെ രണ്ട് എന്താണ് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അതായത് പവൻ ഈ സുമനെ എന്ത് ചെയ്തു? അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഈ പവൻ ഈ സുമനെ കല്യാണം കഴിച്ചു, മാരി ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനില് ഈ കിട്ടിയ 1 lakh ആരുടെ ഇൻകത്തിന്റെ കൂടെയാണ് ക്ലബ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ആരുടെ ഇൻകത്തിന്റെ കൂടെയാണ് ക്ലബ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം സുമനാണ്, അതായത് മിസ്റ്റർ പി വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്, അതായത് ഫ്രീ ആയിട്ടാണ് സുമനെ പവൻ കൊടുത്തിട്ടുള്ളത് എങ്കിലും ഇവിടെ എന്താണ് 1 lakh rupees അതിൽ നിന്ന് ഇൻകം കിട്ടി. അതിന്റെ ടാക്സ് ആരെന്നെ അടക്കണം? സുമൻ തന്നെ അടക്കണം. കാരണം എന്താണ്? ഇവർ രണ്ടുപേരും ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്തല്ല മീൻസ് എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നില്ല ആ ഒരു സമയത്ത്. അപ്പൊ സെക്ഷൻ 64, അതായത് ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 64 ക്ലബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തല്ല ഇവർ തമ്മില് എന്താണ് റിലേഷൻഷിപ്പിലല്ല. സോ ടാക്സ് അടക്കേണ്ടത് സുമനാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കി നോക്കാം. ഇപ്പൊ ഇവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അല്ലെ, അതായത് ഇവര് ഡസ് നോട്ട് മാരി സുമൻ. പവൻ എന്ത് ചെയ്തിട്ടില്ല? കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഈസ് റിവോക്കബിൾ ആണ് അല്ലെ. അസറ്റ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ് അല്ലെ. റിവോക്കബിൾ ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനാരാണ്? അപ്പൊ ഇവിടെ റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ് എന്നുണ്ടെങ്കിൽ ഈ 1 lakhന് ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? പി, പവനാണ്. നമുക്കറിയാം റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ സ്വത്ത് അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് സുമനെ കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഏത് സമയത്തും ഇത് പവന് തന്നെ തിരിച്ചെടുക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അങ്ങനെ റിവോക്കബിൾ ട്രാൻസ്ഫർ ആണെങ്കിൽ ഇതിന്റെ ഇങ്ങനെ ഈ അസറ്റിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഈ 1 lakh എന്ന് പറഞ്ഞ ഇൻകത്തിന് ആരാണ് ടാക്സ് അടക്കേണ്ടത്? പവനാണ് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെയുള്ള ആ തിയറി പോർഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. എന്താണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം? അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്ത്? കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അല്ലെ. അതായത് ഇൻകം ടാക്സില് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില ടാക്സ് അടക്കേണ്ടതില്ലാത്ത, അയാളുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ടാക്സ് അടക്കണ്ട എന്ന് തോന്നുന്ന ഇൻകംസും എന്ത് ചെയ്യും? ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയാൾക്ക് നികുതി അല്ലെങ്കിൽ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില വരുമാനങ്ങളും ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വലും. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് 1 or 2 അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയാം. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒന്നിലധികം വ്യക്തികൾ ചേർന്ന ഒരു കൂട്ടാണ് അല്ലെ. ഇപ്പൊ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ നോക്കി നോക്കൂ, എന്താണ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മെമ്പർ, അസോസിയേഷൻ ഓഫ് പേഴ്സണിലുള്ള ഒരു മെമ്പറിന് കൊടുക്കേണ്ട ഷെയർ ഓഫ് ഇൻകം ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തും അല്ലെ. പക്ഷെ അതിന് വീണ്ടും ടാക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞ സംഘടന ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടിയ ലാഭത്തിന്റെ മുകളിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിലുള്ള ഓരോ മെമ്പർക്കും കിട്ടുന്ന ലാഭവിഹിതം അല്ലെങ്കിൽ ഷെയർ ഓഫ് ഇൻകം അവരുടെ ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ 2 വട്ടം ടാക്സ് അടക്കേണ്ടി വന്നില്ലേ എന്ന് അല്ലെ. പക്ഷെ അത് ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും, ടാക്സ് റിലീഫ് കിട്ടും. ഓക്കെ, ഇനി
എന്താണ് ഇനിയിപ്പോ അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസും ടാക്സ് അടച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്താണ് എന്തായാലും അതിലുള്ള മെമ്പേഴ്സ് അവരുടെ സ്വന്തം പേരിൽ ടാക്സ് അടക്കും, പക്ഷെ റിബേറ്റ് കിട്ടൂല അല്ലെ. ഇനി റൂൾ നമ്പർ 3 പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനും മാക്സിമം മാർജിനൽ റേറ്റ്, അതായത് ഏറ്റവും ഉയർന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിലും ഉയർന്ന ടാക്സ് റേറ്റിൽ അവർ ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അതായത് ഏറ്റവും മാക്സിമം മാർജിനൽ റേറ്റില് ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വലും ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഇവരുടെ ഷെയർ ഓഫ് ഇൻകം ഉൾപ്പെടുത്തേണ്ടതില്ല അല്ലെ. അപ്പൊ ആ ഷെയർ ഓഫ് ഇൻകം പൂർണ്ണമായും ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. എങ്ങനെയാണെങ്കിൽ മാത്രം അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വലും മാക്സിമം മാർജിനൽ റേറ്റിൽ ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് എയില് പറയുന്നത്. വെൽക്കം ടു എഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ യൂണിറ്റ് 14 പാർട്ട് ബി സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ട് എയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെ. ദെൻ നമുക്കിനി സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഈ നമ്മുടെ ഈ സെറ്റ് ഓഫ് എന്ന് പറയുമ്പോ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുമ്പോ എന്താണ്, നമുക്കിപ്പോ 2 കടകൾ ഉണ്ട് എന്ന് വിചാരിച്ചോ, എനിക്ക് 2 ബിസിനസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടി, മറ്റു ബിസിനസ്സിൽ നിന്ന് നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇൻകം ടാക്സ് പറയാണെന്ത്, ആദ്യം നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ കുറക്കാൻ പറ്റും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു വ്യക്തിക്ക് ഒരാൾക്ക് ഒരു ബിസിനസ് എയിൽ നിന്ന് ഒരു 1 lakh വരുമാനം കിട്ടി, പക്ഷെ ബിസിനസ് ബിയിൽ നിന്ന് ഒരു 60,000 ലോസ് വന്നു. അപ്പൊ എങ്ങനെയാണ് ഇയാളുടെ ഏതിന്റെ മുകളിലാണ് ഇയാളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക, ഈ 1 lakhൽ നിന്ന് ഈ 60,000 മൈനസ് ചെയ്യുക, ബാക്കി 40,000 ആണ് ഇയാളുടെ ഇൻകം. അതിന്റെ മുകളിലാണ് പിന്നീട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മള് ഒരു വരുമാനത്തിന്റെ കൂടെ നമുക്ക് ഉണ്ടാവുന്ന ലോസസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സെറ്റ് ഓഫ് ഉണ്ട്. ഒന്നാമത്തതാണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റും രണ്ടാമത്തതാണ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റും. ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഇൻകം, ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഒരു പേഴ്സണ് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ 5 ഹെഡുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹെഡിലുള്ള വിവിധ സോഴ്സസുകൾ തമ്മിലുള്ള നഷ്ടം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ബിസിനസ്സിൽ നിന്ന് ഒരുപാട് ബിസിനസ്സുകളും പല ടൈപ്സ് ഓഫ് ഇൻകംസ് അയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ ബിസിനസ് എയിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ അല്ലെ. അപ്പൊ അവിടെ എന്താ ചെയ്തിട്ടുള്ളത് നോക്കി നോക്കൂ. അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു സോഴ്സിൽ നിന്ന് അല്ലെ, അതായത് ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് മറ്റൊരു ലോസ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനിയിപ്പോ പക്ഷെ അവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് ഇപ്പൊ എന്താണ്, ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകം വേറെ ഏതെങ്കിലും ബിസിനസ്സിന് നഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്പെക്കുലേഷൻ ലോസ് അല്ലെ. അപ്പൊ അവിടെ അതായത് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഷെയർ മാർക്കറ്റില് എന്താണ് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റൊരു സ്പെക്കുലേഷൻ ബിസിനസിന്റെ ലാഭത്തിനോട് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് മറ്റൊരു ബിസിനസ് പ്രോഫിറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതേ സ്പെക്കുലേഷൻ ലാഭം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാവുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലോസ്,
നമുക്കറിയാം അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഫ്രീ ആണ്, നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിലോ അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല. സോ അഗ്രികൾച്ചറൽ ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റൊരു ഇൻകത്തിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഹോഴ്സ് റേസ് ലോസ് അല്ലെ, അതായത് നമ്മൾ ഈ കുതിര പന്തയം അല്ലെ, അത് അത്തരത്തിലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്ക് ലോസ് സംഭവിച്ചു. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതേ ബിസിനസ് പ്രോഫിറ്റ്, അതായത് ഹോഴ്സ് റേസ് മൂലം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനോട് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈ 5 ഹെഡിൽ നിന്ന് നമുക്ക് ഇതിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും മറ്റു സോഴ്സുകളിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ഇന്റർ സോഴ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പക്ഷേ അതിന് പറ്റാത്ത കുറച്ച് എക്സെപ്ഷൻസിനെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. ദെൻ ലോട്ടറി വിന്നിങ്സിന്റെ കേസ് നോക്കി നോക്കൂ. ലോട്ടറി വിന്നിങ്സിൽ നമുക്കിപ്പോ നഷ്ടം ഉണ്ടായി എന്ന് വിചാരിച്ചോ, അത്തരത്തിലുള്ള ബിസിനസ് ലോസ് നമുക്ക് ഒരു ഇൻകത്തിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനോട് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും അതിനോട് പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ അത് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനോടും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനോടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലോട്ടറി ടിക്കറ്റ് നമ്മൾ വാങ്ങുന്നു, പക്ഷെ നമുക്ക് ലോട്ടറി ഒന്നും അടിച്ചില്ല, പക്ഷെ നമുക്ക് നഷ്ടം വന്നില്ലേ, നമ്മൾ ആ ടിക്കറ്റിന് കൊടുത്ത പൈസ പോയില്ലേ, ആ നഷ്ടം നമുക്ക് ഇനിയിപ്പോ ലോട്ടറി വിന്നിങ്സ് നമുക്ക് ഉണ്ടായി എന്ന് വിചാരിച്ചോ, അതിനോട് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 35 AD നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ലോസ് മറ്റൊരു സ്പെസിഫൈഡ് ഇൻകത്തിന്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ എക്സെപ്ഷൻ. അപ്പൊ നിങ്ങൾ ആ ഒരു നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ ഇനി ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പല ഹെഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ഹെഡ് അല്ലെ, ഒരു ഹെഡിലുള്ള ലോസ് മറ്റൊരു ഹെഡിലുള്ള ഇൻകത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇന്റർ സോഴ്സ് എന്താ നമ്മൾ പറഞ്ഞത്, അതായത് ആ ഒരു സോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം ആ ഒരു സോഴ്സ് ഓഫ് ഏതെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്റർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ, അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ബിസിനസ് ലോസ് നമുക്ക് സംഭവിച്ചു, ഒരു 2 ലക്ഷം രൂപ ബിസിനസ് ലോസ് സംഭവിച്ചു അല്ലെ. പക്ഷെ എന്താണ്, നമുക്ക് വേറെ ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി എന്ന് വിചാരിച്ചോ, അപ്പൊ ഈ ബിസിനസ് ലോസ് നമുക്ക് ക്യാപിറ്റൽ ഗെയിനിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ സാലറി ഒഴികെ ബിസിനസ് ഇൻകം നമുക്ക് മറ്റ് എല്ലാ ഹെഡിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് വന്നു എന്ന് വിചാരിച്ചോ, ഈ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് സാലറി ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി ലോസ് 2 ലക്ഷം രൂപ ലോസ് വന്നു എന്ന് വിചാരിക്കൂ, നമുക്ക് സാലറി ആയിട്ട് 5 lakh കിട്ടി. അപ്പൊ നമ്മൾ എന്തെഴുതും, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലെ. ഇൻകം ഫ്രം സാലറി എത്രയാണ്, 5 lakh. ഇതിന്റെ കൂടെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതായത് സെറ്റ് ഓഫ് ചെയ്യാം ഈ ലോസിനെ, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ 2 ലക്ഷത്തിന്റെ ലോസിനെ നമുക്ക് ഈ സാലറിയിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ബിസിനസ് ഇൻകം ആണെങ്കിൽ സാലറിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി ഇനി 3 lakh ഉള്ളൂ അല്ലെ. 3 lakhന്റെ മുകളിൽ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ പറയുന്നത്, ഒന്ന് സ്പെക്കുലേഷൻ ലോസ് അല്ലെ. സ്പെക്കുലേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോ മറ്റേതെങ്കിലും ഹെഡ് ഇൻകത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. സ്പെക്കുലേഷൻ ബിസിനസ് മൂലം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്പെക്കുലേഷൻ പ്രോഫിറ്റിന്റെ കൂടെ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ വർഷം എനിക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നഷ്ടം വന്നു, ഇനി നെക്സ്റ്റ് ഇയർ എനിക്ക് ലാഭം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ലോസിനെ, കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ആ ലോസിനെ ഈ വർഷത്തെ പ്രോഫിറ്റിന്റെ കൂടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ക്യാരി ഫോർവേഡ് എന്ന് പറയും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സെക്ഷൻ 35 AD ലോസസ് അല്ലെ, അതായത് നമ്മുടെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് മറ്റൊരു സ്പെസിഫൈഡ്
സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിനോട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഗെയിൻ ലോസ് ആണ് എന്നുണ്ടെങ്കിലോ, ക്യാപിറ്റൽ ഗെയിന് സാലറി, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തുടങ്ങിയിട്ടുള്ള മറ്റ് ഹെഡിനോടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓൺലി ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിനോട് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹോയ്സ് റൈസ് ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിലോ, മറ്റൊരു ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെ ഒരിക്കലും ഹോയ്സ് റൈസ് ബിസിനസ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓൺലി ഹോയ്സ് റൈസ് ബിസിനസ് പ്രോഫിറ്റ് ഏതെങ്കിലും ഇയറിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഈ പ്രീവിയസ് ഇയറിൽ സംഭവിച്ചിട്ടുള്ള ഈ ഹോയ്സ് റൈസ് ലോസ് നമുക്ക് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമ്മുടെ ബിസിനസ് ലോസ് അല്ലെ, ബിസിനസ് ലോസിന്റെ കേസ് നമുക്ക് പറഞ്ഞു. അതായത് ഒരു ജനറൽ ബിസിനസ് ആണ് കേട്ടോ, സ്പെസിഫൈഡ് ബിസിനസ് അല്ലാത്ത, സ്പെക്കുലേഷൻ ബിസിനസ് അല്ലാത്ത സാധാ ജനറൽ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന നഷ്ടം സാലറി ഒഴികെയുള്ള ബാക്കി എല്ലാ ഹെഡിന്റെ കൂടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണെന്നുണ്ടെങ്കിലോ, നമുക്ക് മറ്റെല്ലാ ഹെഡിന്റെ കൂടെയും നമുക്ക് അങ്ങനെ ഒരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ ഹെഡിന്റെ ഇൻകത്തിന്റെ കൂടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. പരമാവധി ഒരു വർഷം നമുക്ക് ഇതുപോലെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. കേസ് ശ്രദ്ധിക്കണം. ഹൗസ് പ്രോപ്പർട്ടി ലോസ്, നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് സംഭവിച്ചു, മറ്റെല്ലാ ഇൻകത്തിന്റെ കൂടെയും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് 2 ലക്ഷമാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് 3 lakh നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. നമുക്ക് സാലറി ആയിട്ട് ആ ഒരു ഇയറിൽ 10 ലക്ഷം കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ ആ ഇയറിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസ് എത്രയാണ്? 2 ലക്ഷം മാത്രമാണ്. ബാക്കിയുള്ള 1 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാം? പിന്നീടുള്ള ഇയറിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എക്സംപ്റ്റ് ഇൻകം ലോസ് അല്ലെ, നമുക്കിപ്പോ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഇൻകംസ് ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ലോസുകൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരിക്കലും മറ്റ് ടാക്സബിൾ ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ലോസ് അല്ലെ, അതായത് ഈ ലോട്ടറി, ബെറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ലോസ് മറ്റൊരു ഹെഡിലെ ഇൻകത്തിന്റെ കൂടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ലോട്ടറി വിന്നിങ്സ് നമ്മൾ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ മറ്റേതെങ്കിലും ലോസിന്റെ കൂടെ, അല്ലെങ്കിൽ ലോട്ടറി വിന്നിങ്സിനോട് പോലും നമുക്ക് ഇത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോട്ടറി ലോസ് നമുക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ഒന്നിനോട് പോലും. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ലോട്ടറി എടുത്തു, നമുക്ക് അതിൽ നമ്മൾ വിജയിച്ചു, നമുക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അതിനോട് പോലും നമുക്ക് മുൻപുണ്ടായിരുന്ന ലോട്ടറി എക്സ്പെൻസുകൾ നമുക്ക് അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മള് ഈ 5 ഹെഡ് ഓഫ് ഇൻകം ഏതാണെന്ന് നമുക്കറിയാം. സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ഹെഡിന്റെ ഉള്ളിലുള്ള ഓരോ വരുമാനങ്ങൾ അല്ലെ. അപ്പൊ എന്തിന്റെ കൂടെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ വളരെയധികം നോക്കണം അല്ലെ. അതായത് ഇപ്പോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമുക്ക് എല്ലാ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ലക്ഷം ഒരു വർഷത്തിൽ. അതുപോലെ തന്നെ ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ സാലറി ഒഴികെ ബാക്കി എല്ലാ ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഓൺലി അഡ്ജസ്റ്റഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആ നിയമങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നോക്കി നോക്കാം. എന്താണ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ലോസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി അതിൽ വരുന്നതാണ് നമ്മുടെ സെറ്റ് ഓഫ് ലോസസ് ഓഫ് ജനറൽ ബിസിനസ് ഓർ നോൺ സ്പെക്കുലേഷൻ ബിസിനസ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഓരോ സോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഓരോ ഹെഡ് ഓഫ് ഇൻകത്തിന്റെ സെറ്റ് ഓഫിനെ കുറിച്ചിട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആ നിയമങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടെ നോക്കി നോക്കാം. ജനറൽ ബിസിനസ് എന്ന് പറയുമ്പോ എന്താ? സാധാരണ നമുക്ക് ഉണ്ടാവുന്ന സാധാ ബിസിനസ്. ഇപ്പൊ നമ്മളൊരു ഗ്രോസറി ഷോപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ്, ബേക്കറി ഷോപ്പ്, ഇതൊക്കെ ഒരു സാധാ ബിസിനസ് ആണ്. അതായത് സ്പെക്കുലേഷൻ ബിസിനസ് അല്ലാത്ത, സെക്ഷൻ 35 AD പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ് അല്ലാത്ത മറ്റ് ജനറൽ ബിസിനസ്, അതിന്റെ കേസാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ. അതിൽ നമുക്ക് നഷ്ടം സംഭവിച്ചു. അതായത് ജനറൽ ബിസിനസ് ലോസ് നമുക്ക് വന്നു. എന്താണ് നിയമം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് എന്തിന്റെ കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം?
നമുക്ക് വേറെയും ബിസിനസ് ഉണ്ട് എന്ന് വിചാരിച്ചോ, അതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു ബേക്കറി ഷോപ്പും ഉണ്ട്, ഒരാൾക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും ഉണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾക്ക് ഇൻകം ആയിട്ട് ഒരു 5 ലക്ഷം കിട്ടി, ബേക്കറി ഷോപ്പിൽ നിന്ന് ഇയാൾക്ക് നഷ്ടം വന്നു 2 ലക്ഷം. ഓക്കെ, അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു ജനറൽ ബിസിനസിന്റെ ഇൻകത്തിന്റെ കൂടെ ഈ ലോസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു നിയമം. രണ്ടാമത്തത് എന്താണ്? അടുത്തത് അല്ലെ, പിന്നെന്താണ് ഈ പ്രൊഫഷൻ അല്ലെ, അതായത് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡോക്ടർ, അവർക്ക് കിട്ടുന്ന വരുമാനം അല്ലെ. അതേപോലെ തന്നെ ഈ എന്താണ്, അപ്പൊ ഇത് അതായത് എല്ലാ ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തിന്റെ കൂടെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല? ജനറൽ ബിസിനസ് ലോസ് ഒരിക്കലും സാലറി ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, പാടില്ല. അതാണ് നിയമം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിന്റെ ഇൻകം മറ്റൊരു ഷോപ്പിന്റെ ഇൻകത്തിൽ നിന്ന് മറ്റൊരു ഷോപ്പിന്റെ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു ഇല്ലീഗൽ ബിസിനസ് ലോസ് ആണെങ്കിലോ, അതായത് ഇല്ലീഗൽ ബിസിനസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമവിരുദ്ധമായി ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുള്ള നഷ്ടം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ നഷ്ടം ലീഗൽ ആയിട്ട് ചെയ്യുന്ന മറ്റൊരു ബിസിനസ് പ്രോഫിറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലെ. മറ്റൊരു ഇല്ലീഗൽ ബിസിനസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ജനറൽ ആയിട്ടുള്ള ലീഗൽ ബിസിനസ് പ്രോഫിറ്റിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ഒരു ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ആണെങ്കിലോ, അതായത് നമ്മൾ ബിസിനസ് അടച്ചുപൂട്ടി, അതിനു മുന്നേ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ആ ഒരു ബിസിനസ് മൂലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പഴയ ലോസ് നമുക്ക് നിയമപ്രകാരം മറ്റ് സാലറി ഒഴികെയുള്ള മറ്റ് ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്തത് നോക്കി നോക്കാം. സ്പെക്കുലേഷൻ ബിസിനസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ? ഷെയറുകൾ കൈമാറുമ്പോൾ ഉണ്ടാവുന്ന, വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഷെയറിന്റെ ട്രാൻസാക്ഷൻസ് മൂലം നമുക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ അല്ലെ, ഷെയറിന്റെ എന്താണ് പ്രൈസുകൾ മൂലം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെ, അത് നമുക്ക് മറ്റൊരു ജനറൽ ബിസിനസിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓൺലി സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റിന്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോ ഒരു വട്ടം ഒരു ഇയറിൽ നമുക്ക് ഒരു ലോസ് സ്പെക്കുലേഷൻ ബിസിനസ് നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ ലോസ് സംഭവിച്ചു. പിന്നീട് നമ്മൾ എന്താണ് സെയിം സ്പെക്കുലേഷൻ ബിസിനസ് നടത്തിയപ്പോൾ ഒരു 5 ലാക്ക് നമുക്ക് ഇൻകം കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ കൂടെ മാത്രമാണ് ഈ 2 ലാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ബിസിനസിന്റെ കൂടെയോ മറ്റേത് ഹെഡിന്റെ കൂടെയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി സ്പെസിഫൈഡ് ബിസിനസ്, അതാണ് സ്പെക്കുലേഷൻ ബിസിനസിന്റെ കേസ് പറയുന്നത്. ഇനി സ്പെസിഫൈഡ് ബിസിനസിന്റെ കേസ് എന്താ പറയുന്നത്? സെക്ഷൻ 35 AD പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇൻകം ഫ്രം ബിസിനസ്സിൽ. അതായത് നമ്മുടെ കോൾഡ് സ്റ്റോറേജ്, ഹോട്ടൽ ബിസിനസ്, വെയർ ഹൗസ് പോലെയുള്ള ബിസിനസ്സുകളുടെ, അതാണ് സെക്ഷൻ 35 AD വരുന്ന സ്പെസിഫൈഡ് ബിസിനസ് ലോസ്. ഈ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ഓൺലി സ്പെസിഫൈഡ് ബിസിനസ് പ്രോഫിറ്റിന്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ജനറൽ ഇൻകത്തിന്റെ കൂടെ, മറ്റു ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയോ മറ്റു ജനറൽ ബിസിനസ് ഇൻകത്തിന്റെ കൂടെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്ത നോക്കുക, നമ്മുടെ ഇൻകം ഫ്രം ഹെഡ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് നമുക്ക് സംഭവിച്ചത് എങ്കിൽ അത് നമുക്ക് പിന്നീട് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിലോ അത് നമുക്ക് ഒരിക്കലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, മറ്റ് ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓൺലി നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഹോയ്സ് റേസ് അല്ലെ. നമ്മളിപ്പോ ഈ ഹോയ്സ്, അതായത് കുതിര പന്തയം അല്ലെ, അങ്ങനെ ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുതിരയെ, അതായത് ഹോയ്സിനെ നമ്മൾ പരിപാലിക്കാനും അത് വാങ്ങാനും ഒക്കെ നമുക്ക് ഒരുപാട്
ചെലവുകൾ വന്നിട്ടുണ്ടാവും അല്ലെ. ആ ചെലവ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കുതിരപ്പന്തയ മത്സരം നടത്തി നമ്മൾ വിജയിക്കുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹോഴ്സ് റേസ് ബിസിനസ് ലോസ്, ഹോഴ്സ് റേസ് പ്രോഫിറ്റിന്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ അടുത്തത് ഇനി നമ്മുടെ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ക്രോസ്വേർഡ് പസിൽസ് ഓർ കാർഡ് ഗെയിംസ്, ഇവയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന നഷ്ടങ്ങള് മറ്റൊരു ഹെഡ് ഓഫ് ഇൻകത്തിന്റെ കൂടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമുക്ക് ഈ ലോട്ടറി വിന്നിങ്ങിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മളിപ്പോ എപ്പോഴും ചില ആളുകൾ ഇങ്ങനെ ലോട്ടറി എടുത്തുകൊണ്ടേ ഇരിക്കും അല്ലെ. അപ്പൊ ചിലതൊക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് ലോട്ടറി അടിക്കുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിന് മുന്നേ അയാൾ എടുത്തിട്ടുള്ളതൊക്കെ എന്തായിരിക്കും, അയാൾക്ക് നഷ്ടങ്ങളായിരിക്കും. ആ നഷ്ടം അയാൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ അയാൾക്ക് ഇൻകം കിട്ടൂലേ, അതിന്റെ കൂടെ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ലോട്ടറി വിന്നിങ്സിലെ നഷ്ടം, ലോട്ടറി വിന്നിങ്സ് മൂലം നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ദെൻ അതേപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം, സെറ്റ് ഓഫ് ലോസസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. ആ നഷ്ടം ഫേമിന്റെ സ്വന്തം ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഫേമിലെ പാർട്ട്ണറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ആയിട്ട് അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് ഇൻകം, അതിന്റെ കൂടെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ നഷ്ടം, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിൽ എപ്പോഴെങ്കിലും പ്രോഫിറ്റ് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന്റെ കൂടെ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത കേസ് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ലോസസ് ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ. അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരുപാട് ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു കൂട്ടായ്മ അല്ലെ. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ എന്താ, കുറച്ച് വ്യക്തികളുടെ കൂട്ടായ്മ. ഇപ്പൊ ഇവിടെ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനോ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലാതെ അതിൽ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിന്റെ പേഴ്സണൽ ഇൻകത്തിനോട് ഈ ലോസ് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതിനനുസരിച്ചാണ്, ഈ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിന്റെ കൂടെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക.